ചുറ്റുമുള്ള കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നത് നിർത്തുക. പകരം നിങ്ങളെ അപ്ഗ്രേഡ് ചെയ്യാൻ തുടങ്ങൂ. നമ്മൾ എത്ര വേഗത്തിൽ സാധനങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുതിയ ഫോൺ, പുതിയ ഷൂസ്, പുതിയ ആപ്പ്, കുറച്ചുകൂടി ഒരുമിച്ച് തോന്നാൻ എന്തെങ്കിലും. എന്നാൽ യഥാർത്ഥ കാര്യം തകർന്നാൽ നിങ്ങളാണോ? നിങ്ങൾ ഉണരുക. നിങ്ങളുടെ തിളങ്ങുന്ന സ്ക്രീനുകളിലൂടെ സ്വൈപ്പ് ചെയ്യുക. നിങ്ങളുടെ പ്രഭാത ഊർജം ശ്രദ്ധാശൈഥില്യങ്ങളിലേക്ക് പകരുക. ചെയ്യേണ്ട കാര്യങ്ങളുടെ പട്ടിക പിന്നിലേക്ക് ഉറ്റുനോക്കുന്നു. നിങ്ങൾ വീണ്ടും അതിലൂടെ സ്ക്രോൾ ചെയ്യുക. വീണ്ടും എഴുന്നേൽക്കാൻ പോലും അവസരം ലഭിക്കുന്നതിന് മുമ്പ് ദിവസം നിങ്ങളെ ഓടിപ്പിക്കുന്നു. ഇനി ഇത് സങ്കല്പിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ മുറിയിലേക്ക് നടക്കുന്നു. അതേ പൊട്ടിയ സ്ക്രീൻ, അതേ തകർന്ന കസേര. പക്ഷേ നിങ്ങൾ കൂടുതൽ മൂർച്ച തോന്നുന്നു. കാരണം നിങ്ങൾ ശക്തനായി ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എന്തുകൊണ്ട്? ഇത്തവണ നിങ്ങൾ നിങ്ങളുടെ ഉപകരണങ്ങളെല്ലാം, നിങ്ങളുടെ അച്ചടക്കം അപ്ഗ്രേഡ് ചെയ്തു. ആരും ഇത് നിങ്ങളോട് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ അസ്വസ്ഥത ഒഴിവാക്കുമ്പോഴെല്ലാം നിങ്ങൾ നിങ്ങളുടെ രക്ഷപ്പെടൽ വഴികൾ അപ്ഗ്രേഡ് ചെയ്യുന്നു. നീട്ടിവെക്കൽ ആഡംബരമായി മാറുന്നു. ഡോപ്പമിൻ വില കുറഞ്ഞതായി മാറ്റുന്നു. നിങ്ങളുടെ കഴിവ് തകർന്ന കണക്ഷനിൽ ഇത് ബഫറിംഗ് അവശേഷിപ്പിക്കുന്നു. പക്ഷെ സത്യം എന്താണ്? നിങ്ങൾ കൂടുതൽ സവിശേഷതകൾ ആവശ്യമില്ല. നിങ്ങൾക്ക് കൂടുതൽ പോരാട്ടം ആവശ്യമാണ്. നിങ്ങൾക്കൊരു മികച്ച ഗാഡ്ജറ്റല്ല. അപ്പോൾ ബോറടിക്കുന്ന ആ നിമിഷത്തിൽ നിങ്ങൾ ശബ്ദം നിശബ്ദമാക്കുക. നിങ്ങളോടൊപ്പം ഇരിക്കുക. എന്നിട്ട് ചോദിക്കുക, എന്ത് എൻ്റെ പതിപ്പ് ഞാൻ മാറ്റിവെച്ചോ? കാരണം ഒരു ദിവസം ആ അപ്ഗ്രേഡുകളെല്ലാം പ്രശ്നമാകില്ല. എന്നാൽ തണുത്ത ഷവർ തിരഞ്ഞെടുത്ത നിങ്ങളുടെ പതിപ്പ്, കഠിനമായ സത്യം, ശാന്തമായ പൊടി, ആ പതിപ്പ് എല്ലാം മാറ്റുന്നു. നിങ്ങളുടെ ജീവിതം എങ്ങനെ കാണപ്പെടുന്നു എന്നതിനെക്കുറിച്ചല്ല, അതിനുള്ളിൽ നിങ്ങൾ എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു എന്നതിനെക്കുറിച്ചാണ്. അതിനാൽ അടുത്ത അപ്ഡേറ്റിനായി പിന്തുടരുന്നത് നിർത്തുക. ആവശ്യമില്ലാത്ത ഒരാളെ കെട്ടിപ്പടുക്കുക. നിങ്ങളെ അപ്ഗ്രേഡ് ചെയ്യാൻ ആരംഭിക്കുക. If you love to watch this video, you can like, share and subscribe.